നമസ്കാരം. എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ 9ാമത്തെ ചാപ്റ്ററാണ്. രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കൂടുതൽ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചാപ്റ്ററാണ്. ഹിസ്റ്ററിയുടെ പാർട്ടിൽ നിന്ന് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ 8 ചാപ്റ്ററുകളും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ മറക്കാതെ അത് കാണുക. കാരണം SSCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് തന്നെ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് PSC. അതിപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണത് അതെല്ലാം പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് എന്താണ് രാഷ്ട്രം? രാഷ്ട്രം എന്താണ്? രാഷ്ട്രം എന്ന് വെച്ചാൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഭൂപ്രദേശത്ത് സ്ഥിരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഉൾപ്പെടുന്നതിനെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തൊക്കെ ഘടകങ്ങൾ വേണം? പരമാധികാരം വേണം, അതുപോലെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ജനങ്ങൾ വേണം, അതുപോലെ ഒരു നിശ്ചിതമായിട്ടുള്ള ഭൂപ്രകൃതി വേണം. ഇതൊക്കെ രാഷ്ട്രത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? പരമാധികാരം, അതുപോലെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ജനത, അതുപോലെ ഒരു നിശ്ചിത ഭൂപ്രകൃതി. ഇനി നിശ്ചിത ഭൂപ്രകൃതിയുടെ കാര്യം പറഞ്ഞു. എന്നാൽ അത് എത്ര കൂടുതലാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് രാഷ്ട്രത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതായത് നമുക്കറിയാം, ചെറിയ രാജ്യമായ വത്തിക്കാനും അതുപോലെ വലിയ രാജ്യമായ ചൈനയും നമുക്കറിയാം. അതായത് ഭൂപ്രകൃതി ഒരിക്കലും രാഷ്ട്രത്തിനെ ബാധിക്കുന്നില്ല. എന്നാൽ ജനങ്ങളുടെ എണ്ണമാണെങ്കിലോ, ജനങ്ങളുടെ എണ്ണവും എത്ര വേണം, അല്ലെങ്കിൽ അതിനൊരു മിനിമം വാല്യൂ ആയിട്ട് പറയുന്നില്ല. കാരണം നമുക്കറിയാം, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ തീരെ കുറവാണ്, എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഈ രാഷ്ട്രത്തെ ബാധിക്കുന്നത്? ഈ പറയുന്ന തീരെ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ മനുഷ്യ വിഭവശേഷി കുറയുകയും, അതായത് ജനങ്ങൾ കുറയുന്നത് കൊണ്ട് അവിടെ മനുഷ്യ വിഭവശേഷി കുറയുകയും, എന്നാൽ ഈ പറയുന്ന കൂടുതലുള്ള രാജ്യങ്ങളിൽ, ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഈ പറയുന്ന തൊഴിലവസരങ്ങൾ കുറയുകയും അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതായത് ഈ പറഞ്ഞ ജനസംഖ്യയും ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയുന്നില്ല ഒരു രാഷ്ട്രമാകണമെങ്കിൽ. എന്നാൽ അത് കൂടുന്നതും കുറയുന്നതും രാജ്യത്തെ ബാധിക്കാറുണ്ട്. ഇനി അടുത്തത് പരമാധികാരം. പരമാധികാരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പരമാധികാരം ഇമ്പോർട്ടൻ്റ് ആണ്. പരമാധികാരം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അത് വിഭജിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നു? രാഷ്ട്രമല്ലാതെ ആയി മാറുന്നു. അതായത് രാഷ്ട്രം വിഭജിച്ചു പോകുന്നു. അപ്പം നമുക്ക് നോക്കാം. രാഷ്ട്രം നമ്മൾ പറഞ്ഞു, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരവുമുള്ള ഗവൺമെന്റോട് കൂടിയുള്ള ഒരു ജനതയെയാണ് എന്ത് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരുന്നു? നിക്കോളോ മാക്കിയവെല്ലിയാണ്. ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ്. അതായത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരവുമുള്ള ഒരു ഗവൺമെന്റോട് കൂടിയ ഒരു ജനതയ്ക്കാണ് എന്ത് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രം എന്ന വാക്ക് അല്ലെങ്കിൽ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഇനി നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഭൂവിസ്തൃതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്താണ്? അതായത് ഈ പറയുന്ന രാഷ്ട്രം എന്ന് വെച്ചാൽ അവരുടെ കര അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമുദ്രതീരം, ഇതൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ കടലും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതായത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സമുദ്ര സമീപ്യമുള്ള രാഷ്ട്രങ്ങളിൽ ഈ രാഷ്ട്രത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ കടലും എന്ത് ചെയ്യുന്നു? ഈ രാജ്യത്തിൻ്റെ ഭൂപ്രദേശമായിട്ട് കണക്കാക്കുന്നു. അതിനെയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ അനുമതി ഇല്ലാതെ കിടക്കുന്നത് കുറ്റകരമാണ്. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഗവൺമെന്റ്? നമുക്കറിയാം, പണ്ട് കാലത്ത് അത് രാജഭരണമായിരുന്നു. പിന്നീട് ചില രാജ്യങ്ങളിലേക്ക് സൈനിക ഭരണമാണ്. ഇന്ത്യ പോലുള്ള ഇപ്പോഴത്തെ രാജ്യങ്ങളിൽ ജനാധിപത്യ ഭരണമാണ്. അതായത് വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത തരം ഗവൺമെന്റിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് എന്താണ്? രാജഭരണമാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യ രാജ്യമാണ്. അതുപോലെ സൈനിക ഭരണമുള്ള രാജ്യങ്ങളുമുണ്ട്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ തരം ഗവൺമെന്റുകളെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കാം, എന്താണ് പരമാധികാരം? നമ്മൾ പറഞ്ഞു, ഒരു രാഷ്ട്രമാണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും പരമാധികാരം വേണമെന്ന് പറഞ്ഞു. അതായത് ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള രാഷ്ട്രത്തിന്റെ പൂർണ്ണമായ അധികാരത്തെയാണ് എന്ത് പറയുന്നത്? പരമാധികാരം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളം ഒരു രാഷ്ട്രമല്ല. അതെന്തുകൊണ്ടാണ് കേരളം ഒരു രാഷ്ട്രമല്ലാത്തത്? കേരളത്തിന് ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല.
അതുപോലെ അന്തർദേശീയ വിഷയങ്ങളിലും സ്വന്തമായിട്ട് നിലപാടെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ അധികാരം കേരളത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തെ, അതായത് സ്വന്തമായിട്ടൊരു ഭൂപ്രകൃതി ഉണ്ടെങ്കിലും കേരളത്തെ രാഷ്ട്രം എന്ന് പറയാൻ പറ്റാത്തത് എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള രാഷ്ട്രത്തിന്റെ പൂർണ്ണമായ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. എന്നാൽ പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു? പുതിയ രാഷ്ട്രം രൂപീകരിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് ദക്ഷിണ സുഡാൻ. 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാര വിഭജനം പുതിയ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിക്കുമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. UN-ലെ 193ാമത്തെ അംഗരാജ്യമായ ദക്ഷിണ സുഡാൻ. ഇതാ ഒരു കാലഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. UN-ലെ 193ാമത്തെ അംഗരാജ്യം ഏതാണ്? ദക്ഷിണ സുഡാനാണ്. ഏതാണ്? ദക്ഷിണ സുഡാനാണ്. ഇവിടെ സംഭവിച്ചത് പരമാധികാരം വിഭജിക്കപ്പെട്ട് പുതിയൊരു രാഷ്ട്രം ഉണ്ടാകുകയാണ് ദക്ഷിണ സുഡാനിൽ സംഭവിച്ചത്. ഇനി രാഷ്ട്രത്തിന്റെ സമ്പൂർണവും അപരിമിതവും അവിഭാജ്യവുമായിട്ടുള്ള അധികാരത്തിനാണ് എന്ത് പറയുന്നത്? പരമാധികാരം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കാം, ഒരു രാഷ്ട്രത്തിന്റെ സമ്പൂർണവും അപരിമിതവും അവിഭാജ്യവുമായ അധികാരത്തിന് എന്ത് പറയുന്നു? പരമാധികാരം എന്ന് പറയുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് രാഷ്ട്രത്തിന്റെ ചുമതലകൾ? അതായത് രാഷ്ട്രത്തിന് പല പല ചുമതലകൾ ഉണ്ടല്ലേ. ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ ചുമതലകൾ, രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജെർമി ബെന്താമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, VO എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകനാരാണ്? ജെർമി ബെന്താമാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുക എന്ന ചിന്തകൻ ജെർമി ബെന്താമാണ്. അതുപോലെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും എന്ത് ചെയ്തു? രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതലയായി കണക്കാക്കിയത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും, അതായത് രണ്ടുപേരും ചിന്തകരാണ്. ഇവരെന്താ അഭിപ്രായപ്പെട്ടത്? രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല എന്ന് വെച്ചാൽ ഈ പറയുന്ന അവിടുത്തെ പൗരന്, അതായത് അവിടെ സ്ഥിരമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യണം? മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ജെർമി ബെന്താ നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ്സും വിട്ടുകളയരുത്. അതായത് രാഷ്ട്രത്തിന്റെ ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുക എന്നതാണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. എന്നാൽ പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അഭിപ്രായപ്പെട്ടു. ഇനി ഈ ക്ഷേമരാഷ്ട്രം എന്ന ആശയം മുൻനിർത്തി രാഷ്ട്രത്തിന്റെ ചുമതലകളെ എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ടാണ് രാഷ്ട്രത്തിന്റെ ചുമതലകളെ തരംതിരിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. അതായത് നിർബന്ധിതമായ ചുമതല, അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. നമ്മളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ നിർബന്ധിത ചുമതലയിൽ പെടാത്തത് ഏത് എന്നൊക്കെ PSC ചോദിക്കാം. കാരണം ഇതൊരു ഫിഗർ ആയിട്ട് തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ, ഇതൊക്കെ നിർബന്ധിത ചുമതലയാണ്. അതായത് ഒരു രാജ്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് നിർബന്ധിത ചുമതല എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ചുമതലകൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ രാഷ്ട്രത്തിലെ പൗരന്മാരുടെ ജീവനും അതുപോലെ സമ്പത്തിനും അത് ഭീഷണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ നിർബന്ധിതമായ ചുമതലകൾ ഒരു രാഷ്ട്രം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ചുമതലകളാണ്. അതിർത്തി സംരക്ഷിക്കണം, ആഭ്യന്തര സമാധാനം കൊണ്ടുവരണം, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, നീതി നടപ്പാക്കപ്പെടണം. അടുത്ത് നോക്കാം, വിവേചനപരമായ ചുമതല. അതായത് ഒരു രാഷ്ട്രം സാമ്പത്തികമായിട്ട് നന്നായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതൊരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറ്റാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളിൽ നിർവഹിക്കേണ്ട ചുമതലകളെയാണ് എന്ത് പറയുന്നത്? വിവേചനപരമായ ചുമതലകൾ എന്ന് പറയുന്നത്. അതായത് ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക. അതായത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? വിവേചനപരമായ ചുമതല എന്ന് പറയുന്നത്. ആരോഗ്യ സംരക്ഷണം നൽകുക, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക. അടുത്ത നോക്കാം, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. അതായത് പല പല ചിന്തകന്മാർ പല പല സിദ്ധാന്തങ്ങൾ പറയുന്നു. രാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പല പല സിദ്ധാന്തങ്ങൾ പറയുന്നു. ഇതിൽ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതായത് പരിണാമ സിദ്ധാന്തം ചോദിച്ചിട്ടുള്ളതാണ് PSC. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇവിടെ പല സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദൈവദത്ത സിദ്ധാന്തം, അതായത് രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ്, രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്,
ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. അങ്ങനെ പറയുന്ന ഒരു സിദ്ധാന്തമാണ് ദൈവദത്ത സിദ്ധാന്തം. എന്തായിരുന്നു? ഈ പറഞ്ഞ രാഷ്ട്രം ദൈവസൃഷ്ടിയാണ്, രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ദൈവദത്ത സിദ്ധാന്തം. അടുത്തതാണ് എന്ത്? പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടു. ഇതാണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. അതായത് രാഷ്ട്രം ഒരു ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹികപരമായ പരിണാമ പ്രക്രിയയിലൂടെയാണ് അത് രൂപം കൊണ്ടത്. ഇനി സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അതെന്തായിരുന്നു? ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം നിലവിൽ വന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി എന്ന് പറയുന്നതാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ഒരു കരാറിലൂടെയാണ് രാഷ്ട്രം വരുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. അടുത്ത് നോക്കാം ശക്തി സിദ്ധാന്തം. അതായത് ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ രാഷ്ട്രം രൂപീകരിച്ചിരുന്ന ഒരു സിദ്ധാന്തമാണ് ശക്തി സിദ്ധാന്തം. അതായത് ശക്തരായവർ എന്ത് ചെയ്തു? ദുർബലരെ തോൽപ്പിച്ച് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് രാഷ്ട്രം രൂപീകരിച്ചു. അപ്പോൾ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയായിരുന്നു? ദൈവദത്ത സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം. ആദ്യത്തെ ദൈവദത്ത സിദ്ധാന്തം എന്ന് വെച്ചാൽ രാഷ്ട്രം ദൈവസൃഷ്ടിയാണെന്ന് പറയുന്നു, പരിണാമ സിദ്ധാന്തം ചരിത്ര സൃഷ്ടിയാണെന്ന് പറയുന്നു, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം കരാറിലൂടെ രൂപം കൊണ്ടുവന്ന് പറയുന്നു, ശക്തി സിദ്ധാന്തം ശക്തരായവർ ദുർബലരെ തോൽപ്പിച്ച് രൂപം നൽകിയെന്ന് പറയുന്നു. അടുത്ത നോക്കാം, എന്താണ് പൗരത്വം? അരിസ്റ്റോട്ടിലാണ് പൗരത്വത്തിന് ഒരു ഡെഫിനിഷൻ നൽകിയത്. ഒരു രാഷ്ട്രത്തെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയും ആ രാഷ്ട്രത്തെ പൗരൻ എന്ന് പറയാം. ഈ ഒരു നിർവചനം നൽകിയിരിക്കുന്ന ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയിലും അതുപോലെ നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം. അതായത് ഒരു രാജ്യത്തിന്റെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് എന്ത്? പൗരത്വം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെയാണ് എന്ത് പറയുന്നത്? പൗരത്വം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പൗരന്മാർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം കിട്ടാറുള്ളൂ. പൗരത്വം തന്നെ പൊതുവെ രണ്ട് തരമുണ്ട്, സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും. ഇതാണ് സ്വാഭാവിക പൗരത്വമുണ്ട്, ആർജിത പൗരത്വമുണ്ട്. പൗരത്വത്തിന് ഡെഫിനിഷൻ നൽകിയത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും അതുപോലെ നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് എന്ത്? സ്വാഭാവിക പൗരത്വം. അതായത് സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്നു, ജന്മനാ ലഭിക്കുന്നു. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തെ എന്തു പറയുന്നു? ആർജിത പൗരത്വം എന്ന് പറയുന്നു. അതായത് പൗരത്വ നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആർജിത പൗരത്വം നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ. സ്വാഭാവിക പൗരത്വം എന്തായിരുന്നു? ജനനത്തിലൂടെ ലഭിക്കുന്നതാണ്. ആർജിത പൗരത്വം എന്ന് വെച്ചാൽ ഈ പറയുന്ന പൗരത്വ നിയമങ്ങൾ അനുസരിച്ച്, നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകൾ അനുസരിച്ച് കിട്ടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. അതായത് നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. അടുത്ത നോക്കാം, എന്തൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ? അതായത് കൂടുതലും ഓരോ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ അവിടുത്തെ രാഷ്ട്രീയ അവകാശങ്ങൾ കിട്ടാറുള്ളൂ. നോക്കാം ഏതൊക്കെയാണെന്ന്. വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നറിയപ്പെടുന്നു. എന്തായിരുന്നു? വോട്ട് ചെയ്യാൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, സംഘടനകൾ രൂപീകരിക്കാൻ, ഗവൺമെന്റിനെ വിമർശിക്കാൻ, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇതൊക്കെ രാഷ്ട്രീയ അവകാശങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം, ആർജിത പൗരത്വം നേടിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്, ലാറി ബേക്കർ. ലാറി ബേക്കറിന്റെ പ്രത്യേകത എന്തായിരുന്നു? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ. അദ്ദേഹം 1989 ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും 2007 അന്തരിക്കുകയും ചെയ്തു. അതായത് ആർജിത പൗരത്വത്തിലൂടെ ബേക്കർ, ഈ പറഞ്ഞ ലാറി ബേക്കർ എന്ത് ചെയ്തു? ഇന്ത്യൻ പൗരനായിട്ട് മാറി. അദ്ദേഹം ലെപ്രസി മിഷന്റെ ഭാഗമായിട്ടാണ് 45കളിൽ ഇന്ത്യയിൽ എത്തിയത്. അതിനുശേഷം ഗാന്ധിയൻ ആശയങ്ങൾ പിന്തുണച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ചെലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നത്. 1989 ആർജിത പൗരത്വം നേടിയെടുത്തത്. ഇനി എന്താണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അഥവാ പൊളിറ്റിക്സ്? രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠന മേഖലയെയാണ് എന്ത് പറയുന്നത്? പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമായി ബന്ധപ്പെട്ട പഠനമാണെന്ത്? പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രം. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനം അഥവാ രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് പൊളിറ്റിക്സ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രം.
അടുത്ത നോക്കാം. ആരാണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ്? അരിസ്റ്റോട്ടിലാണ്. അതായത് ഈ പറയുന്ന അരിസ്റ്റോട്ടിലിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് നമുക്കറിയാം പൊളിറ്റിക്സ്. അതായത് അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത അദ്ദേഹത്തിന്റെ കൃതിയാണ് പൊളിറ്റിക്സ്. അതുകൊണ്ട് പൊളിറ്റിക്സിന്റെ പിതാവ് അഥവാ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പൗരന് നിർവചനം നൽകിയ വ്യക്തിയും അരിസ്റ്റോട്ടിലാണ്. അതായത് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളുണ്ട്: രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയം, താരതമ്യ രാഷ്ട്രീയം, പൊതുഭരണം. ഏതൊക്കെയാണ്? രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയം, താരതമ്യ രാഷ്ട്രീയം, അതുപോലെ പൊതുഭരണം. ഇതൊക്കെ രാഷ്ട്രതന്ത്രശാസ്ത്രം അഥവാ പൊളിറ്റിക്സിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അടുത്ത നോക്കാം. പൊളിറ്റിക്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ കൃതിയാണ് പൊളിറ്റിക്സ്. ആരായിരുന്നു എഴുതിയത്? അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്സ് എഴുതിയത്. ഈ പറയുന്ന രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതിയാണ് പൊളിറ്റിക്സ്. ഇനി പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഒരു ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ്. അതായത് നഗരരാഷ്ട്രം എന്നർത്ഥം വരുന്ന ഒരു വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പദം രൂപം കൊണ്ടത്. ഗ്രീക്ക് വാക്കായ പോളിസിൽ നിന്നാണ് പൊളിറ്റിക്സ് രൂപം കൊള്ളുന്നത്. ഇനി പ്ലേറ്റോ എന്താണ് അഭിപ്രായപ്പെട്ടത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം എന്താണ്? നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് പറഞ്ഞത് പ്ലേറ്റോയാണ്. ഇനി പൊളിറ്റിക്സ് എന്തായിരുന്നു? ഈ പറഞ്ഞ നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ കൃതിയാണ് പൊളിറ്റിക്സ്. രാഷ്ട്രത്തെക്കുറിച്ച് സമഗ്രമായി വിശകലനം നടത്തിയ ആദ്യത്തെ കൃതിയും പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് അഥവാ ഈ പറയുന്ന രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് രൂപം കൊണ്ടത്? പോളിസ് എന്നാൽ നഗരരാഷ്ട്രം എന്ന് മീനിങ് വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 9ാമത്തെ ചാപ്റ്റർ വരുന്നത്. ഇതിൽ കുറേ കോട്ടിങ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന പലരും പല വാചകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ PSC എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് മറക്കാതെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.